ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. വിഷു നാളല്ലേ, വിഷുവിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസം തന്നെയാണ്. അപ്പോൾ ഈ വിഷുവിന് നിങ്ങൾ ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ആ ക്യാരറ്റ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈ ക്യാരറ്റ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ റൗണ്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ. ആ ടൈമിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ തീർക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ളത് അരിയാണ്. ഞാൻ എടുത്തിട്ടുള്ള അരി ജീരകശാല അരിയാണ്. അത് നമുക്കൊരു ഫ്ലേവറൊക്കെ നൽകും. അതുകൊണ്ട് ആ അരി തന്നെ എടുക്കാൻ നോക്കുക. നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കണ അരി. അത് ഞാനൊരു പിടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ഗ്ലാസ്. അത് നന്നായി കഴുകി ക്ലീനാക്കി വെള്ളം വാർത്തതിന് ശേഷം ഞാനൊരു മിക്സി ജാറിലേക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്രഷ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യണുള്ളൂ, അധികം അരിഞ്ഞെടുക്കണമൊന്നുമില്ല ബാക്കിലോട്ട്. അത് വേണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. എങ്ങനെ ആയാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ അരിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പായസം ഉണ്ടാക്കുന്ന ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാനിൽ തന്നെയാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പുറത്തെ അടുപ്പത്ത് നമ്മളെ ക്യാരറ്റൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കണം. ഇത് ചൂടാറിയിട്ട് വേണം നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാൻ. ഇപ്പോൾ അതാ അപ്പുറത്തെ അടുപ്പത്ത് നമ്മുടെ അരിയൊക്കെ വെന്ത് വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റി വരണം, നന്നായി ഒന്ന് വെന്ത് വരണം. അരി ഒന്ന് ഞെക്കുമ്പോൾ നന്നായി സോഫ്റ്റ് ആവണം കേട്ടോ. അപ്പോൾ ആ അരിയൊക്കെ ഒന്നും കൂടി അവിടെ കിടന്ന് വേവട്ടെ. ആ ടൈമിൽ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് അരച്ചെടുക്കാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്, നന്നായി ചൂടാറിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. 2 ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ അതാ നമ്മുടെ റൈസൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ലേശം ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി കട്ട പിടിച്ച പോലെ തോന്നി. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ചും കൂടി ലൂസാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. പിന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാനിത് 2 ട്രിപ്പായിട്ട് അരച്ചെടുത്തത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിടി അരിക്ക് 1 ലിറ്റർ പാല്, ഗ്ലാസ് കണക്കിനാണെങ്കിൽ 1/4 ഗ്ലാസ് അരിക്ക് 1 ലിറ്റർ പാല് എന്ന കണക്കിനാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ അതാ നമ്മുടെ പായസം ഇവിടെ ചെറുതായി തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരം കൂടി ചേർക്കാനുണ്ട്. അത് ഞാനൊരു 4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മധുരം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പായസത്തിന് ഒരു പ്രത്യേക രുചിയാണ്. അപ്പം മിൽക്ക് മെയ്ഡ് മസ്റ്റായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് 1/4 കപ്പ് മിൽക്ക് മെയ്ഡും 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ്. ഇത് തന്നെ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പായസത്തിൻ്റെ കട്ടി കുറക്കണം എന്നുണ്ടെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് മധുരം നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇപ്പോൾ അതാ നമ്മുടെ പായസമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഫ്ലേവറിനനുസരിച്ച് ഏലക്ക പൗഡറോ അല്ലെങ്കിൽ വാനില എസൻസോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വാനില എസൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏലക്ക പൗഡർ വേണ്ടാത്തവർക്ക് വാനില എസൻസ് ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഇവിടെ മക്കൾക്ക് വാനില എസൻസാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും താളിച്ചൊഴിക്കണം. നെയ്യിൽ ഞാൻ അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് താളിച്ച് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ വാനില എസൻസ് ചേർക്കണ കാരണം ഇത് നല്ലൊരു ടേസ്റ്റാണ്. വാനില എസൻസ് ഇഷ്ടമുള്ളവർ അതന്നെ ചേർക്കുക. ഇഷ്ടമില്ലാത്തവർ ഏലക്ക പൗഡർ ചേർത്താലും മതിയാവും കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇപ്പോൾ അതാ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ടേസ്റ്റിയും കളർഫുള്ളും ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വിഷുവിന് ഇത് തന്നെ ഉണ്ടാക്കി നോക്കി വെക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. നല്ല ടേസ്റ്റാണ്. വാനില എസൻസ് ഒഴിച്ച കാരണം ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസ് ഒഴിച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി വെക്ക്. വാനില എസൻസ് ഇഷ്ടമില്ലാത്തവർ ഏലക്ക പൗഡർ തന്നെ ചേർത്തോളൂ. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ നല്ല ഒരു ഓറഞ്ച് കളറിലായിട്ടുള്ള, കാണുമ്പോൾ തന്നെ നമുക്കിത് കുടിക്കാൻ തോന്നും, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നാളെ വിഷുവിന് നിങ്ങൾ ഈ പായസം തന്നെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയാൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ്. ഇതിൽ ആ റൈസൊക്കെ കടിക്കാനോ ഒക്കെ പായസം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ കടിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തും നെയ്യിൽ വറുത്തിടാം. ഇവിടെ മക്കൾക്ക് അത് ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാനത് ഒഴിവാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ അത് ചെയ്ത് നോക്കുക. അപ്പോൾ അതും നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ എത്തുകയുള്ളൂ. പിന്നെ ഒപ്പം ഹൈപ്പും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.